ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നല്ല വറ്റിയും ഉരുളക്കിഴങ്ങും മസാല തേച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് വറക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം മസാല തേച്ച് വെച്ചേക്കണം. അപ്പോൾ നമുക്കിത് വറക്കാൻ നോക്കട്ടെ. അപ്പോൾ നമ്മളൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണയും വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇറക്കി വയ്ക്കട്ടെ. നമ്മളൊരു കഷ്ണം വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ വയ്ക്കാം. നമുക്കെല്ലാം വെച്ചിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് കുറച്ചായാലും വയ്ക്കട്ടെ. ബാക്കിയുള്ള നമുക്ക് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ വറുത്തത് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് കൂടി ഫുഡ് അടിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ചോറ് എടുത്തിട്ടുണ്ട്, പിന്നെ നമുക്ക് നല്ല കാന്താരി മുളക് ചൊറുക്കലിട്ടുണ്ട് ഇടാം. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കിന്ന് കഴിക്കാനുള്ള നല്ല പരിപ്പ് കറിയാണ് ഇടാം. അപ്പോൾ നമ്മൾ പരിപ്പ് വെറുതെ ജസ്റ്റ് ചതച്ച മുളക് കൂട്ടിയിട്ട് കുത്തിപ്പൊടിച്ച് കാച്ചിയത്. പിന്നെ നമുക്ക് നല്ല മാങ്ങച്ചാറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എയർ ഫ്രയറിൽ വെച്ച ഉരുളക്കിഴങ്ങ് അത് ഇതാട്ടാ. അപ്പോൾ ഇതൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമുക്കെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ചോറ് എടുത്തിട്ടുണ്ട്, മീൻ വറുത്ത് എടുത്തിട്ടുണ്ട്, മുളകുണ്ട്. അപ്പോൾ നമ്മുടെ ആ എയർ ഫ്രയറിൽ വെച്ച ഉരുളക്കിഴങ്ങ് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ കൂട്ടിയിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. സംഗതി ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇടാം. നമ്മുടെ ഒരു രക്ഷയില്ല, എയർ ഫ്രയറിൽ വെച്ച ഉരുളക്കിഴങ്ങ് ഒരു രക്ഷയില്ല ഇടാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് കുരുമുളക് പൊടിയും കുറച്ച് ചില്ലി ഫ്ലേക്ക് കുറച്ച് മുളക് ഇത് മിക്സ് ചെയ്തിട്ട് എയർ ഫ്രയറിൽ വെച്ച് എടുത്താണ് ഇടാം. അപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, സുഖമാണ്. അപ്പോൾ ഇതൊക്കെ കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.